സമസ്തക്കെതിരായി ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെടുത്തുണ്ടാവില്ലേ ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ? ഏതെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിട്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതല്ല, ഈ PMA സലാമിൻ്റെ കാര്യം ഇപ്പം എന്താവും? അയാളെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുമോ? അങ്ങനെയാണെങ്കിൽ സമസ്തക്കാർ ഹാപ്പി. അതിപ്പം അങ്ങനെ അമ്മാതിരി അടിയല്ലേ സലാമിൻ്റെ അടി? അങ്ങേർക്ക് ജിഫ്രി തങ്ങളാണെന്നോ സമസ്താണെന്നൊന്നും അങ്ങനെ നോക്കിയിട്ടല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരം ഒരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. ശരി കേട്ടോ, ഈ അടിക്കുകയാണെങ്കിൽ നിലംപരിശാക്കിയിട്ട് അടിക്കും. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജിഫ്രി തങ്ങൾക്കെതിരെ നല്ലൊരു അടി കൊടുത്തില്ലേ? അപ്പോൾ ഈ PMA സലാം എന്ന് പറയുന്ന ആൾ സമസ്തക്കെതിരെ ലീഗിന് വേണ്ടി അരയും തലയും മുറുക്കി അടി കൂടിയിട്ട് അയാളിപ്പോൾ രക്തസാക്ഷിയാവാൻ പോവാ. ഇതിപ്പം സമസ്തയ്ക്ക് വേണ്ടി തന്നെയാണോ PMA സലാമിനെ മാറ്റണം എന്നുള്ള ചർച്ച നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം മുസ്ലിം ലീഗിൽ തന്നെ പലർക്കും സലാമിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. ഈ PK കുഞ്ഞാലിക്കുട്ടിയും സലാമും തമ്മിൽ പഴയ ബന്ധമൊന്നുമില്ല ഇപ്പം. അങ്ങനെ ആവാൻ സാധ്യമില്ല. കാരണം നിങ്ങൾ പഴയ ചരിത്രം അങ്ങനെ മറന്നുമല്ല. PMA സലാമിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി 18 അടവും പ്രയോഗിച്ച ആളാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി. ചേട്ടാ അതൊക്കെ പഴയ കഥ, പഴകിയ കഥ. ഇപ്പം ഈ സലാമാക്കാൻ്റെ ചങ്ങായിമാരെന്ന് പറയുന്നത് MK മുനീറും KM ഷാജൊക്കെ. ഇപ്പം അടുത്ത് എന്നാളിപ്പോൾ ഈ ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ സലാമൊക്കെ പറയുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് KM ഷാജിയാണ്. നിങ്ങൾ കണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം? അത് ജിഫ്രി തങ്ങൾക്കെതിരെ അല്ലാന്നും മാത്രമല്ല പിണറായി വിജയനെതിരെയാണെന്നും PMA സലാം അന്ന് രാത്രി തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ? പക്ഷേ അത് നേരം പുലർന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി സലാമിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നില്ലേ? സലാം പറഞ്ഞത് തെറ്റായി പോയി എന്നല്ലേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തന്നെയാണ് പ്ലാൻ എന്നാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് കൂട്ടു വെക്കും. അതിപ്പോൾ മറ്റു ചില കഥകൾ കൂടെ ഈ ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ആ കഥകളും ഇതേപോലെ നിർമ്മിച്ചൊരു കഥകളായിക്കൂടെ ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഏതായാലും PMA സലാം ഒന്ന് ഒരുങ്ങി നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ എടുത്ത് കളയാൻ സലാം എന്താ ഏതെങ്കിലും കറിയിലിട്ട കറിവേപ്പില്ല? അതൊന്നും നടക്കൂല മോനെ. എന്നാ പിന്നെ നോക്കാം. എന്നാ പിന്നെ നോക്കാം.